Hi friends, Assalamu alaikum. Welcome to our channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഗുലാബ് ജാമുൻ്റെയാണ്. ഗുലാബ് ജാമുൻ നമ്മൾ ബ്രെഡ് വെച്ചിട്ടും അതുപോലെ തന്നെ പാൽപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് റവ വെച്ചിട്ട് ഇതുപോലൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും പാലും അതുപോലെ തന്നെ റവയും പഞ്ചസാര ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ 2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നത് വരെ ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ 2 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് വേറൊരു പാൻ എടുത്തിട്ട് അത് ഗ്യാസിൽ വെക്കാം. അതിനുശേഷം ഒന്ന് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 1 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാലും നെയ്യൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് റവയാണ്. അപ്പോൾ വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല. നിങ്ങളെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ റവ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റവ കുറച്ചായിട്ട് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്യുന്നതനുസരിച്ച് മിക്സാക്കി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ മിക്സാക്കി കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് പാലും റവൊക്കെ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോഴും കൈ വെട്ടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ പാലൊക്കെ വറ്റിയിട്ട് റവ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ റവ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നൊരു പരുവാവും. ആ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു മിക്സിന് നമ്മളുടെ കൈ കൊണ്ട് തൊടാൻ പറ്റിയിട്ടുള്ള ചൂടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുഴച്ച് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന തരത്തിൽ തന്നെ കുഴച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നെ വലുപ്പമുള്ള ബോൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതാ ബോൾസൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഗ്യാസിലൊരു പാന് വെക്കാം. പാനിലേക്ക് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബോൾസ് മുങ്ങിക്കെടുക്കാൻ തരത്തിലുള്ള ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു നല്ല ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ അറിയുണ്ടായിരിക്കും ഗുലാബ് ജാമിൻ്റെ കളറ്. അപ്പോൾ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലേക്കും കവറാവണ തരത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇത് അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പിലേക്ക് ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഗ്യാസിൽ വെക്കുക. 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത് നമ്മളുടെ പഞ്ഞി പോലെയുള്ള ഗുലാബ് ജാമുനുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എത്രത്തോളം കൂടുതൽ സമയം ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുന്നത് അത്രത്തോളം ടേസ്റ്റ് കൂടെയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്